ചെസ്സ് കളിയിലെ ഓരോ കരുക്കളുടെയും മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് കാൽക്കുലേറ്റഡ് മൂവ്മെൻറ്റ്. ഈ കാൽക്കുലേറ്റഡ് മൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാമോ? ഓരോ സ്റ്റെപ്പും കാൽക്കുലേറ്റഡ് ആയിട്ട് വെച്ചില്ലെങ്കിൽ അവിടെ പരാജയം ഉറപ്പാണ്. എത്ര കാൽക്കുലേറ്റഡ് ആയിട്ടാണോ അഡ്വാൻസ് ആയിട്ട് തിങ്ക് ചെയ്ത് ഫ്യൂച്ചറിനെ കുറിച്ച് തിങ്ക് ചെയ്താണോ അവിടെ സ്റ്റെപ്പുകൾ മൂവ് ചെയ്യുന്നത്, അത്രയും ആ കളിയിൽ വിജയം ഉറപ്പാണ്. ഇതുപോലെ ആയിരിക്കണം 10ാം ക്ലാസ്സിലും +2വിലും പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു കാൽക്കുലേറ്റഡ് മൂവ്മെൻ്റ് ഉണ്ടാവണം. 10ും +2ഉം ഡിഗ്രിയും കഴിഞ്ഞിട്ട് ഷോർട്ട് ടൈം കോഴ്സുകൾ പഠിക്കാം, ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പഠിക്കാം, ഏതെങ്കിലും ഒരു കംഫർട്ട് ജോബിലെത്താം. ഈ ജോബൊക്കെ നമുക്ക് തരുന്നത് ലൈഫ് ലോങ് സ്ട്രഗിളിംഗ് ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് ഒരു ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, നല്ലൊരു കരിയറിലേക്ക് ഡെസിഗ്നേഷനിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ 10ത്തിലും 11ത്തിലും 12ത്തിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വേണം. എനിക്കൊരു നല്ല ഡെസിഗ്നേഷൻ തരുന്ന ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ വിൻ ചെയ്യണം, ഒരു ഡോക്ടർ ഡെസിഗ്നേഷൻ നേടണം, ഒരു പൈലറ്റ് ആകണം, ഒരു ബെസ്റ്റ് ടീച്ചറായി മാറണം. നമ്മുടെ മുമ്പിലുള്ള ഈ കരിയർ ഓപ്ഷൻസ് ഒക്കെ എത്താനുള്ള സ്റ്റെപ്പുകൾ, കോഴ്സുകൾ ഒരു ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ സമയത്തെടുക്കുന്ന ഒരു ടഫ്നെസ്സിനെ ഈസി ആക്കാനുള്ള, സ്ട്രഗിളിങ്ങിനെ ഫേസ് ചെയ്യാനുള്ള സ്റ്റഡി മെത്തേഡ്സുകൾ, കാൽക്കുലേറ്റഡ് മൂവ്മെൻറ്റ്സ്, ഇതാണ് നമ്മുടെ ലൈഫ് ലോങ് വിജയം നമുക്ക് നേടിത്തരിക. റൈറ്റ് മൂവ്മെൻ്റ് ആണ് റൈറ്റ് ഫ്യൂച്ചർ നമുക്ക് നേടിത്തരിക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.